ഉം. നമ്മൾ ലാസ്റ്റ് വീഡിയോ ഇട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ചയല്ല, വ്യാഴാഴ്ചയാണ് കഴിഞ്ഞ വീഡിയോ ഇട്ടത്. ഐ മീൻ വെള്ളിയാഴ്ച വ്യാഴാഴ്ചത്തെ റിവ്യൂ ഇട്ടിട്ട് വെള്ളിയാഴ്ചത്തെ വീഡിയോ ഇട്ടിട്ടില്ല. ഓക്കെ, ആ രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ജേർണലിങ്ങും മറ്റു കാര്യമൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ട്രേഡ് എടുക്കുന്ന കാര്യത്തിൽ ഭയങ്കരമായിട്ട് ലോൺലിനെസ് ഉണ്ട്. ലോൺലിനെസ് അല്ല, എന്താ പറയാ, എനിക്ക് ഭയങ്കരമായിട്ട് ചെയ്യാൻ ഒരു അത്രയും കിട്ടണില്ല. ബാക്കി കാര്യങ്ങളൊക്കെ ഒരുവിധം ട്രാക്കായി, പക്ഷെ ഈ കാര്യം ട്രാക്ക് ആവാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. മേ ബി അതുകൊണ്ടായിരിക്കും. പക്ഷെ നമ്മള് ആഹ് ഒരു ദിവസം ബ്രേക്ക് ആയി, അപ്പൊ ഇനിയിപ്പോ നെക്സ്റ്റ് വീക്ക് നോക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിപാടിയില്ല. ഒരു ദിവസം വീക്ക് ആയാലും ഒരു ദിവസം അത് ബ്രേക്ക് ആയാലും അടുത്ത ദിവസം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ആ രീതിയിൽ ചെയ്താലേ ഇതൊക്കെ നമ്മളുടെ ഒരു ഡെയിലി ലൈഫിൽ ഒരു സംഭവം ആകത്തുള്ളൂ. ഫൈൻ. അപ്പൊ ഇപ്പൊ ഞാൻ ഒന്നും ആലോചിക്കാണ്ട് ഇത് ചിന്തിച്ചപ്പോ തന്നെ സ്പോട്ടിൽ ചാർട്ട് എടുത്ത് ഓണാക്കി സ്ക്രീൻ റെക്കോർഡർ ഓണാക്കിയതാണ്. ഞാനൊന്ന് അനലൈസ് ചെയ്യണം ഇനി. 1 സെക്കൻഡ്. ഇന്നലത്തെ മാർക്കറ്റിൽ ട്രേഡ് എടുത്തിട്ടില്ല, മാർക്കറ്റ് നോക്കിയിട്ടില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ആകെ ഒരു ലോസ് വന്നതിന് ശേഷമാണ് ഇങ്ങനെ. അതായത് അതിന് ശേഷം പിന്നെ എൻട്രീസ് ചെയ്യില്ല. വെള്ളിയാഴ്ച മാത്രം ഒരു എൻട്രി ഇട്ട് വെച്ചു, അത് ട്രിഗർ ആയില്ല. പിന്നെ കഴിഞ്ഞ വീക്ക് എൻട്രി ഇല്ല. ഈ വീക്കിന്റെ കാര്യം ഇനിയിപ്പോ നോക്കണം. എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല. മാർക്കറ്റ് വ്യൂ ഇല്ലാണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എൻട്രി കിട്ടാണ്ടിരിക്കുകയാണെങ്കിൽ ഒക്കെ മനസ്സിലാവും. നമുക്ക് അപ്ഡേറ്റും ചെയ്യാം, ഇന്ന പോലെ ഇവിടെ ഒരു എൻട്രി പ്ലേസ് ചെയ്തു പക്ഷെ വന്നില്ല എന്നൊക്കെ. പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ, വരുന്നില്ല എൻട്രി. അതായത് ഞാൻ നോക്കുന്നില്ല, നോക്കാത്ത സ്ഥിതിക്ക് പിന്നെ എങ്ങനെ കിട്ടാനാ? ഉം അതൊരു ടാസ്ക് ആണ് കറന്റ് ഉള്ളത്. ഇനിയിപ്പോ വേറെ, ഞാനിപ്പോ ഒരു 1 വീക്ക് ടൈം ഫ്രെയിമിൽ പോയിട്ട് ഒന്ന് മാർക്കറ്റിന്റെ ഘടന നോക്കട്ടെ. ഘടന. ഓക്കെ, മാർക്കറ്റിന്റെ ഘടന അനുസരിച്ചിട്ട് മാർക്കറ്റിനെ സംബന്ധിച്ചോളം മാർക്കറ്റിന്റെ വീക്ക്ലി സ്ട്രക്ചറിൽ, അതായത് നമുക്ക് സ്ട്രക്ചർ പറയാം. ഇവിടെ നിന്ന് മാർക്കറ്റ് അപ്പിലോട്ട് പോയി, അഗൈൻ ഡൗൺ ആയി, പക്ഷെ ഇവിടെ സ്വീപ്പ് ആണ്, അഗൈൻ മാർക്കറ്റ് ഡൗൺ വന്നു. ഇതാണ് മാർക്കറ്റിന്റെ കറന്റ് സ്ട്രക്ചർ. ഇത് രണ്ടും സ്വീപ്പ് ആണ് കേട്ടോ. അപ്പോ ഈ സ്ട്രക്ചർ വെച്ചിട്ടാണെങ്കിൽ മാർക്കറ്റിന് ഇതാണ് ഒരു ഫൈനൽ ലിക്വിഡിറ്റി ഉള്ളത്. എന്താണ്? ഈ മാർക്കറ്റിന് ഇങ്ങോട്ട് പോകേണ്ടി വരും. അതായത് ഇത് വൺസ് മാർക്കറ്റ് എന്ത് ചെയ്യാണ്, ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഈ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത് താഴെ പോകാനാണെങ്കിൽ, താഴെ പോകേണ്ട ആവശ്യമുണ്ടോ വെച്ചാൽ ആവശ്യമുണ്ട്. കാരണം ഇവിടെ എന്തുണ്ട്, ഓർഡർ ബ്ലോക്ക് ഉണ്ട്. പക്ഷെ യു എസ് ഗവൺമെന്റിന്റെ ഒക്കെ പിന്നെ അവിടുത്തെ വാറും കാര്യങ്ങളും കൊണ്ട് US ഡോളർ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. റീസൺ എനിക്ക് അറിയില്ല. അപ്പൊ അത് സ്ട്രക്ചർ ആവുകയാണെങ്കിൽ ഈ മാർക്കറ്റ് താഴോട്ട് പോകും. ഒപ്പം തന്നെ യൂറോയും വീക്കർ ആവുന്നുണ്ട്, അത് വേറെ വിഷയം. ഉം. നമുക്ക് പറ്റും. ചോയ്സ് 2 ഇഞ്ചിലൊക്കെ പറ്റും. ഇതായിരിക്കില്ലേ നല്ല ടോപ്പ് പണി. വാട്ടേ മാർക്കറ്റ്. ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാല്, ഇതൊരു 1 അവർ ടൈം ഫ്രെയിം ആണല്ലോ. ആഹ് ഈ ഒരു റേഞ്ചിൽ ആദ്യം മാർക്കറ്റ് ഒന്ന് റീച്ച് ആട്ടെ. അതായത് ഇവിടെ റീച്ച് ആട്ടെ. വൺസ് ഇവിടെ നിന്ന് ഒരു 15 മിനിറ്റ്സിലൊക്കെ ഒരു റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ ആ ഒരു ഓർഡർ ബ്ലോക്ക് ഒന്ന് എൻട്രി പ്ലേസ് ചെയ്തിട്ട്, ഇതുവരെ ഒന്നും ഞാൻ ടാർഗറ്റ് ചെയ്യില്ല, അവിടെ നിന്ന് ഒരു റിയാക്ഷൻ എൻട്രി പ്ലാൻ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇവിടെ കൊടുത്തിട്ട് ഈ രീതിയിൽ ഇതിന്റെ മേലേക്ക് വെച്ചിട്ട് ഒരു റിയാക്ഷൻ എൻട്രിയും പ്ലാൻ ചെയ്യാം. ഇത് രണ്ടെണ്ണമാണ് കറന്റ്ലി എന്റെ ഇന്നത്തെ ഒരു വ്യൂ ഉള്ളത്. ഈ രണ്ട് വ്യൂ ആണ് എനിക്കിപ്പോ കറന്റ്ലി ഉള്ളത്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അതർവൈസ് എനിക്കിപ്പോ യൂറോയിൽ വേറെ വ്യൂവും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. വൺസ് ഇതൊന്ന് ഓർഡർ ഇട്ട് വെച്ചിട്ട് ഇന്ന് ട്രേഡ് എടുത്തിട്ട്
നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഞാനത് ഇവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. നാളത്തെ വീഡിയോയിൽ അത് ഇൻക്ലൂഡഡ് ആയിരിക്കും. ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് മതിയായിരുന്നു. ഇതിനാണ് ഇത്ര ഇത് ചെയ്തത്. എന്ത് ടെൻഷൻ അടിച്ചത്? ടെൻഷൻ അടിക്കില്ലല്ലോ, ലേസി അടിച്ചത്. ഓക്കെ, താങ്ക് യു. ഇത്രയുള്ള പ്രൊസീജിയേഴ്സ് വേറെ വേറെ ഡൗൺലോഡ്. ഞാൻ നമ്മുടെ ഒരു ആന്റി സ്പെഷ്യൽ നമുക്ക് നോക്കാം കേട്ടോ, എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത്.